അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ബേബീസിനൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി ബാൻഡ് മേക്കിംഗ് മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാറ്റിൻ്റെ മെറ്റീരിയലാണ്. അതിൽ നിന്ന് നമ്മളിത് ഇതുപോലെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പീസിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. 42 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ 4 ഇഞ്ച് വിഡ്ത്തുമുള്ള ഒരു പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 സൈസിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 8 പീസാണ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഓരോ സൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ നീളമുള്ള ഒരു പീസിൽ, അതായത് 4 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 42 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു പീസ് ഇതുപോലെ നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്തത് ഇതുപോലെ നല്ല വശം പുറത്തോട്ട് എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ മെഷീൻ ഇല്ലാത്തവർക്ക് സ്റ്റിച്ച് ചെയ്ത്, അതായത് കൈ കൊണ്ട് തുന്നിയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിച്ച് ഭാഗം നടുക്കോട്ടാകുന്ന രീതിയിൽ നല്ലപോലെ അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പുറവും ഇപ്പുറവും 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വരുന്ന പോലെ, ആ ഒരു സ്റ്റിച്ച് നടുക്ക് വന്നം ആ സ്റ്റിച്ചിൻ്റെ അപ്പുറം 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വരുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനെടുത്തിരിക്കുന്നത് ഈ ഒരു എലാസ്റ്റിക്കാണ്. ഇത് ഞാനൊരു 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ആ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഗ്യാപ്പിലൂടെ ഇതുപോലെ എലാസ്റ്റിക് കടത്തി വിട്ടിട്ട് 2 സൈഡിലും നമുക്ക് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് എലാസ്റ്റിക്കിനെ അവിടെ സെക്യൂർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കത് ഇതുപോലെ നല്ല റഫിലായിട്ട് കിട്ടും. നിങ്ങളെടുക്കുന്ന കുട്ടിയുടെ ഹെഡ് സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി നല്ല വശം ഒരേപോലെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ബാൻഡിൻ്റെ 2 എൻഡിങ്ങും കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് 2 സൈസിലെ സർക്കിളില്ലേ, അതിൽ ചെറിയ സൈസിലെ സർക്കിൾ ഒരു 8 പീസ് എടുത്തിട്ടുണ്ട്. ആ ഒരു 8 പീസ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം നല്ല വശമാക്കിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് ആദ്യം നടുക്കോട്ട് മടക്കുക. പിന്നെ ഒന്നും കൂടി മടക്കി ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, സൂചി നൂലും യൂസ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്കിതുപോലെ ആ ഒരു 8 പീസും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എക്സാക്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലൊക്കെ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ നോർമലി കുറേ അധികം ബാൻഡസൊക്കെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലായാൽ ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഹെയർ ബാൻഡൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ 8 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ നൂല് വലിച്ചെടുത്തിട്ട് 2ൻ്റെയും എൻഡിങ്ങും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ആ വലിയ സർക്കിളും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് 2 ഫ്ലവേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ഫ്ലവറിൻ്റെ പൊക്കത്തേക്ക് നമ്മുടെ ആ ഒരു ചെറിയ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടുന്ന വേറെ ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേ റൗണ്ടിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ചെറിയ ഫ്ലവർ പൊക്കത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് നല്ല പോലെ അതവിടെ ഒട്ടിയിരുന്നോളും. ഇനി ഞാനിതിൻ്റെ സെൻറ്റർ പോർഷൻ കവർ ചെയ്യാനായിട്ട് ഗിൽറ്റർ ഫോം ഷീറ്റ് ഇതുപോലെ ഒരു ഗോൾഡൻ കളറിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാൻഡിൻ്റെ ആ ഒരു സ്റ്റിച്ച് വന്ന പോർഷനിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഫ്ലവർ അവിടേക്ക് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇതുപോലെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ബേബി ബാൻഡ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്ലവറൊക്കെ നമുക്ക് പാറ്റേൺ വരുന്ന ഫ്ലവർ ചെയ്യാം, പ്ലെയിൻ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.